ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയേക്കുന്നത്. തലേന്നൊന്നും ഞാൻ വെള്ളത്തിലിട്ടിട്ടില്ല, ഒന്നും ആലോചിച്ചിട്ടും ഇല്ല കേട്ടോ എന്താ ഉണ്ടാക്കണ്ടേന്ന്. അങ്ങനെ ഒരു 5 മിനിറ്റത്തെ ആലോചനയ്ക്ക് ശേഷം എന്താ ഉണ്ടാക്കണ്ടേന്ന് തീരുമാനിച്ചിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരി കഴുകിയിടണം. അപ്പം നമ്മളിതാ അരി എടുക്കുന്നത് ഇതേപോലത്തെ ഒരു കുഞ്ഞ് ഡബ്ബയിൽ ഞാൻ വർക്ക് ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ കിച്ചണിൽ അധികം ഉള്ളതുണ്ട്, അതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഇതിലേക്ക് മാറ്റും. ഇത് തീർന്നു കഴിയുമ്പോൾ പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡബ്ബയിലാണ് കേട്ടോ അരി എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള അരിയൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ആലും എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല മഴയാണേ പുറത്ത്. അപ്പം ഇന്നിപ്പോൾ കുട്ടികൾ ട്യൂഷൻ ഉണ്ടാവൂലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ കിച്ചണിൽ നിൽക്കുന്നത്. മഴയാണെങ്കിൽ വരണ്ടാന്ന് ഞാൻ കുട്ടികളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആലിമിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞാനപ്പോൾ എന്തായാലും അരി എന്തായാലും ഇട്ടിട്ട് അവൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്യാണ്ട് അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അരി വേവാൻ സമയം എടുക്കും. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഞാൻ ആലിമിന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആളുടെ കണ്ണ് തുറയുന്നേ ഇല്ല കേട്ടോ. നല്ല ഉറക്കത്തിലാണ്. എങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ, പക്ഷെ ഉറങ്ങിയില്ലല്ലോ. നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അടുത്തിരുത്തണം കേട്ടോ. അപ്പം ഈ ലൈറ്റിൻ്റെ വെട്ടം അടിച്ചിട്ടാണ് ഇവൻ കണ്ണ് തുറക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് എന്നെ വിടുന്നേ ഇല്ല കേട്ടോ. നോക്കി എന്നെ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിത്തിരി സമയം എടുക്കല്ലോ ആ കണ്ണിൻ്റെ ആ ഒരു ഇത് മാറാനായിട്ട്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ നിന്നോട്ടോ. അപ്പം നമ്മളുടെ അരി തിളക്കാനായിട്ടുണ്ടേ. കുറച്ച് എന്നപ്പത്തേന് ആലിമ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. എങ്കിലും കണ്ണടച്ച് പിടിച്ചേക്കുവാണ്. അപ്പം ഞാൻ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞാനിന്ന് ക്യാരറ്റ് തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കില്ലേ, അതാണ് കേട്ടോ. ഇന്നത് ആലിമ പതിവ് പോലെ വർത്താനം പറയാനൊക്കെ തുടങ്ങി കേട്ടോ. തക്കാളിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾ ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ചത് ഈ ഒരു ഇലക്ട്രിക് ചോപ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചും കൂടിയും നമ്മൾ കൈ കൊണ്ട് വലിക്കുന്ന ഒരു ചോപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കേട്ടോ രണ്ടാമത്. അതാണ് ഈ ഒരു സൈഡിലും മേളിൽ നോക്കിയിരിക്കുന്നത്. കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാനത് റെഡിയാക്കിയതായിരുന്നു. ഇപ്പോഴും റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതത്ര അങ്ങോട്ട് കാര്യമാക്കാറില്ല. ഇടയ്ക്ക് ഞാൻ മറന്നു പോകട്ടെ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇലക്ട്രിക് ചോപ്പറിലെന്ന് വെച്ചാൽ നമ്മൾ അധികം ഇങ്ങനെ കുഞ്ഞു പീസാക്കി കട്ടാക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പീസാണെങ്കിൽ അത് പെട്ടെന്ന് ചോപ്പ് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചോപ്പ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചോറിനിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. മഴയായിരുന്നെങ്കിലും കുട്ടികൾ ട്യൂഷന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കറിയായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആഹിലിനെ കൊണ്ടുപോകാനുള്ള ക്യാരറ്റും പപ്പടം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മണി 8:10 ആവാനായിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞാപ്പി ക്ലോക്ക് നല്ല സൂപ്പറാണ്. നമുക്ക് ദൂരെ നോക്കിയാൽ അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആലിമിനെ അംഗനവാടിയിലാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ട്. അപ്പം ഇത് പാനായിക്കുളത്തുള്ള ഷോപ്പാണ്. പാനായിക്കുളം എന്ന് വെച്ചാൽ മുപ്പത്തടം കഴിഞ്ഞ് പാനായിക്കുളം റൂട്ടാണ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് ട്രെൻഡ് എന്നാണ്. ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പ് ഞാൻ മിക്കപ്പോഴും എല്ലാം പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നേ ഇതേപോലെയൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരുന്ന വെച്ചത് എറണാകുളത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് എടപ്പള്ളിയിൽ നിന്ന് എറണാകുളമാണ് എളുപ്പം. അപ്പോൾ ഞങ്ങൾ പിന്നീടാണ് ഇങ്ങോട്ടേക്ക് മുപ്പത്തടത്തേക്ക് താമസം മാറിയതിന് ശേഷം ഇതേപോലെയുള്ള ഷോപ്സ് കുറവാണ്. അടുത്തൊക്കെ ഉണ്ട്, എങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഷോപ്സ് കുറവാണ് കേട്ടോ. എല്ലാം കിട്ടുന്നൊരു ഷോപ്പ് എന്ന് വെച്ചാൽ അത് ഭയങ്കര വലിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ പെന്നാണെങ്കിലും പെൻസിലാണെങ്കിലും കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ടോയ്സും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആലിമിന് എനിക്ക് 1-2 ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
അപ്പോൾ കുറച്ച് ക്രയോണും ഒക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ പെൻ നോക്കിയ പെന്നിൻ്റെ കളക്ഷൻ കണ്ടോ. ഇത് കൂടാണ്ട് താഴത്തെ റോയിൽ നിറച്ച് പെന്നുണ്ട് കേട്ടോ. ആ ഒരു ബോക്സ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ആഹിലിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ പെൻ വാങ്ങിച്ചത്. അവർക്ക് മിഠായി കൊടുക്കുന്ന രീതി നിർത്തിയായിരുന്നു, പെന്നായിരുന്നു കൊടുക്കാൻ പറഞ്ഞിരുന്നത് ചേട്ടാ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ പെന്നാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം നമുക്ക് ബൾക്കായിട്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ എല്ലാ ഐറ്റംസും. ഇതേപോലെ ടോയ്സ് ഐറ്റംസും കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പോകട്ടെ എന്തെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ. ഇപ്പോൾ കട നടത്തുന്ന ചേച്ചിയാണെങ്കിലും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. പിന്നെ നമ്മളെ ക്രിസ്മസിന് വേണ്ട ഐറ്റംസ്, അതേപോലെ ബർത്ത്ഡേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പ് ഉള്ളിലേക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കിടക്കുമ്പോൾ കാണുന്ന ഐറ്റംസ് ആണ്. ഈ ഒരു ബോട്ടിൽസ് ഒക്കെ നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ബോട്ടിൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുടിക്കാൻ പറ്റിയ 300 ml ഒക്കെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കുപ്പികളില്ലേ, അതും മെഷർമെന്റ് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള നല്ല നല്ല ബോട്ടിൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ട്. പിന്നെ ബോക്സസ്, എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടുന്ന ഷോപ്പാണ്. സ്കൂൾ റിലേറ്റഡ് എന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഐറ്റംസും ഉണ്ട്. എല്ലാ പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് അധികം അങ്ങോട്ട് പോയില്ല, കാരണം ഞാൻ ചെന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ അത്ര അങ്ങോട്ട് ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുവിധം കവറാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ റെയിൻകോട്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് സൈക്കിളിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അതാ നോക്കി എന്തോരം സൈക്കിൾ ഇരിക്കുന്നതെന്ന്. നമ്മുടെ ആലിമിൻ്റെ സൈക്കിളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിച്ചതും എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. കാരണം ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് എറണാകുളത്തേക്കൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. കമ്മല്, മാല, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു എനിക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് അവനൊന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൊബൈൽ അധികം നേരം അങ്ങനെ ആലിമ നോക്കിയിരിക്കില്ല. പിന്നെ ഓടി കളിക്കാൻ തുടങ്ങി. ഒന്നാമത്തിൽ നമ്മൾ മേളിലാണല്ലോ, ടെറസിൻ്റെ മേളിൽ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇവന് ഓടി കളിക്കുമ്പോൾ. അപ്പോൾ അവനൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ഇതാവുമ്പോൾ നല്ലതാണല്ലോ, കുറച്ച് കോൺസെൻട്രേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇന്നിപ്പോൾ നല്ല മഴയാണ്, രാവിലെ തുടങ്ങിയ മഴയാണ്. ആലിമിനെ കൊണ്ടുപോയി ആക്കിയ സമയത്തും വിളിക്കാൻ പോയപ്പോഴും നല്ല മഴയാണ്. നനഞ്ഞു കുളിച്ചാണ്ട് ഞാൻ കടയിലൊക്കെ പോയി വന്നത്. ഇനിയിപ്പോൾ മഴ നോക്കി നിന്നിട്ട് കാര്യമില്ല, എന്തായാലും ആലിമിനെ വിളിക്കാൻ പോവാണ്. എന്തായാലും നനയൊന്നുള്ളത് ഉറപ്പാണ്. 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് അംഗനവാടി ക്ലോസ് ചെയ്യണമല്ലോ. അപ്പം അതിന് മുന്നേ നമുക്ക് പോയി ആലിമിനെ വിളിക്കാൻ പോവാം. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ, ക്ലാസ്സിൽ പോണ സമയത്തും ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല മഴയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആലിമ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് വാങ്ങിച്ചാണേ ഈ കളർ ചെയ്യാനുള്ള ബുക്കും ഈ ഒരു ക്രയോണൊക്കെ. അവന് ഇതാണ് ഇഷ്ടപ്പെട്ടെ. അതും വെച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി. ആൾക്ക് ക്ലിക്കായിട്ടില്ല എങ്ങനെ കളിക്കണ്ടേന്ന്, പിന്നെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അതായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് അറ്റത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും കുറച്ചു നേരമൊക്കെ അടങ്ങിയിരുന്നോളൂ ഇതൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ നന്നായിട്ട് നനഞ്ഞു കുളിച്ചാണ് വന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തന്നെ വന്നതിന് ശേഷം ഞാൻ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് അവനെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ അംഗൻവാടി വിട്ട് വരുമ്പോൾ നമ്മളൊന്ന് കുളിപ്പിക്കാറുണ്ട്. ഇന്നിപ്പോൾ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വന്ന വഴിക്ക് ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാണ്ട്. വേറെ സ്നാക്സ് ഒന്നുമില്ല, കുട്ടികളുടെ സ്നാക്സ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാനിൽ ഞാൻ നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നെയ്യിലേക്ക് നമ്മൾ ഒരു 4 ബ്രെഡ് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് അത് തിരിച്ചു മറിച്ച് നന്നായിട്ടൊന്ന് ഒരു ക്രിസ്പി ഫോം ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരെ പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് തിരിച്ചു മറിച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മധുരം വേണമെങ്കിൽ ചേർക്കാം, ഞാൻ മധുരം ചേർത്തിട്ടില്ല കേട്ടോ. ഇത് ഹസ്ബൻഡ് സ്ഥിരം കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഞാൻ എളുപ്പത്തിൽ അവർക്ക് ഇപ്പോൾ ആഹിലിനൊക്കെ നല്ല വിശപ്പുണ്ടാവും, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ട് വരുന്നതാണല്ലോ. അപ്പം ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, 4:15 കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി കയറിയപ്പോൾ. കാരണം 4:30 കുട്ടികൾ ട്യൂഷന് വരും, അതിനുമുമ്പ് ഇതൊന്ന് റെഡിയാക്കണം. പിന്നെ ചായ എളുപ്പിക്കാനുണ്ട്, അതൊക്കെ ഒന്ന് ചൂടാറണമല്ലോ. 4:00 കുട്ടികൾ വന്നാൽ പിന്നെ അവരൊറ്റയ്ക്ക് മേളിലേക്ക് വിടാൻ പറ്റില്ല. 4:35 ആകുമ്പോഴേക്കും ഞാൻ മേളിലേക്ക് ചെല്ലോ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് ട്യൂഷൻ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്ര ഉള്ളട്ട് എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.